ഹായ് ഫ്രണ്ട്സ്, ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് LD ക്ലർക്ക് അല്ലെങ്കിൽ 10ാം തരം മെയിൻസ് പരീക്ഷ ലക്ഷ്യമാക്കി നമ്മുടെ തൊഴിൽ വീതിയിൽ വരുന്ന പൊതുവിജ്ഞാന മേഖലയെ ഓരോ ഭാഗങ്ങളായി തിരിച്ചിട്ടുള്ള പ്രധാന ചോദ്യങ്ങൾ, SCERT ചോദ്യങ്ങൾ, പ്രസ്താവന ചോദ്യങ്ങൾ, അവയുടെ അനുബന്ധ വിവരങ്ങൾ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തു പോകുന്നത്. മുൻപുള്ള വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടും. ഇന്ന് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട 4ാമത്തെ ക്ലാസ്സാണ്. 5 ക്ലാസ് കൊണ്ട് നാളെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ് അവസാനിക്കും. നിയമലംഘന സമരത്തിൻ്റെ ഭാഗമായി ഗുജറാത്തിലെ ധരാസന ഉപ്പുനിർമ്മാണശാലയിലേക്ക് പുറപ്പെട്ട സത്യാഗ്രഹികളെ നയിച്ചത് ആര്? ഉത്തരം സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് സരോജിനി നായിഡു. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായിരുന്ന ഝാൻസി റാണി റെജിമെൻറ്റിൻ്റെ ചുമതല വഹിച്ച മലയാളിയാണ് അടുത്ത ഓപ്ഷൻ തന്നിരിക്കുന്ന ക്യാപ്റ്റൻ ലക്ഷ്മി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകൾ: ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തു, ഇന്ത്യക്കായി സിംഗപ്പൂരിൽ താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകളല്ല, അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശം വരെ ബ്രിട്ടീഷുകാർക്കെതിരെ മുന്നേറി, ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തി, ഝാൻസി റാണി റെജിമെൻറ്റ് രൂപീകരിച്ചു. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ആരുടെ വാക്കുകൾ? ഉത്തരം രാജാറാം മോഹൻ റോയ്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലുകളും ഒറ്റക്കെട്ടായി ചെറുക്കാൻ അവർക്ക് കഴിയും. ഇത് കേശവചന്ദ്ര സെന്നിൻ്റെ വാക്കുകൾ. ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാത്ത ഒരു നുള്ളു നീലം പോലും യൂറോപ്യൻ കമ്പോളങ്ങളിൽ എത്തിയിട്ടില്ല. ഇത് DG ടെണ്ടുൽക്കറുടെ വാക്കുകൾ. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. ഇത് TH ബേബറുടെ വാക്കുകൾ. 7 ലക്ഷം ഗ്രാമങ്ങളിലെ 10 വീതം പേർ ഉപ്പ് കുറുക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഈ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? ആരുടെ പ്രസ്താവന? ഗാന്ധിജിയുടെ പ്രസ്താവന. ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6-ന്. തിരഞ്ഞെടുക്കപ്പെട്ട 78 അനുയായികളോടൊപ്പം സബർമതി ആശ്രമത്തിൽ നിന്ന് ഏതാണ്ട് 200 മൈൽ ദൂരെ ദണ്ഡിയിലേക്കാണ് ഗാന്ധിജി മാർച്ച് ചെയ്തത്. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന ചെയ്യും. ഇത് ഗാന്ധിജിയാണ് പ്രഖ്യാപിച്ചത്. ഈ ഒരു പിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ്. ഉപ്പ് പിടിച്ച ഈ മുഷ്ടി തകർത്തേക്കാം, എന്നാലും ഈ ഉപ്പ് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞതും ഗാന്ധിജിയാണ്. ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ സയൻസ് അബനീന്ദ്രനാഥ ടാഗോർ, ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി മഹാദേവ് ഗോവിന്ദ റാണഡെ, വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി. പ്രസ്ഥാനങ്ങളും അതിൻ്റെ വ്യക്തികളും. കോൺഗ്രസ് അംഗമായ ആദ്യ പാഴ്സി മതസ്ഥനാണ് ദാദാബായ് നവറോജി. 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചു. പൂനെ സാർവജനിക് സഭയുടെ സ്ഥാപകനാണ് MG റാനഡെ, മഹാദേവ് ഗോവിന്ദ റാനഡെ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ ഇന്ത്യൻ ജനത സ്വാംശീകരിച്ച ആശയങ്ങൾ ഏതൊക്കെ? തുല്യനീതി, സോഷ്യലിസം, പൗരാവകാശങ്ങൾ. 19ാം നൂറ്റാണ്ടോടെ ഇംഗ്ലീഷ് സംസ്കാരവും ആശയങ്ങളും ഇന്ത്യൻ സമൂഹത്തിലേക്ക് കടന്നു കയറിയപ്പോൾ അവയെ പ്രതിരോധിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഇന്ത്യയിലെ ഒരു വിഭാഗം കരുതി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുകയും അതിലൂടെ ജനാധിപത്യം, സ്വാതന്ത്ര്യം, യുക്തിചിന്ത,
തുല്യനീതി, ശാസ്ത്രബോധം, സോഷ്യലിസം, പൗരാവകാശങ്ങൾ എന്നിവയെക്കുറിച്ച് ബോധവാന്മാരാവുകയും ചെയ്തു. അവർ ഇന്ത്യയിൽ നിലനിന്ന സാമൂഹിക ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പരിഷ്കരിക്കാനും അവയുടെ സഹായത്താൽ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ കടന്നുകയറ്റത്തെ ചെറുക്കാനും ശ്രമിച്ചു. അതിന് അവർ ഇന്ത്യൻ സമൂഹം, ഭാഷ, കല, സാഹിത്യമൊക്കെ നവീകരിച്ചു. ഇന്ത്യൻ സമൂഹത്തിൽ അടിസ്ഥാനപരമായി മാറ്റമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ 19-ാം നൂറ്റാണ്ടിൽ സാമൂഹിക പരിഷ്കർത്താക്കൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ പെടുന്നത് ഏതൊക്കെ? ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം, വിധവ പുനർവിവാഹം. ഇന്ത്യൻ സമൂഹത്തിൽ അടിസ്ഥാനപരമായി മാറ്റമുണ്ടാക്കുക ഈ ലക്ഷ്യത്തോടെ മുന്നോട്ട് വെച്ചത് ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം, വിധവ പുനർവിവാഹം, സ്ത്രീ വിവേചനം അവസാനിപ്പിക്കുക, പുരോഹിത മേധാവിത്വം അവസാനിപ്പിക്കുക, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക. അടുത്ത ചോദ്യം, സിവിൽ നിയമലംഘനത്തിലൂടെ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? എല്ലാം ശരിയാണ്. ഉപ്പ് നികുതി എടുത്ത് കളയുക, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് ലഭിക്കുക, സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചത് 1929 ലാഹോർ സമ്മേളനത്തിലാണ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ പ്രക്ഷോഭം, ജനകീയ പ്രക്ഷോഭമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. 1930 ആരംഭിച്ചത് ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യമായ പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം പാസാക്കിയതും ലാഹോർ സമ്മേളനത്തിലായിരുന്നു. നിസ്സഹകരണ സമരത്തിൻ്റെ പ്രഖ്യാപിത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് കൃഷിയിടങ്ങൾ തരിച്ചിടുക എന്ന ആശയം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന സമരമാർഗമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം. അഹിംസാ മാർഗത്തിൽ ബ്രിട്ടീഷ് നിയമങ്ങൾക്കെതിരെ സമരം ചെയ്യുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. 1920 മുതൽ 22 വരെ നീണ്ട ഈ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിന്തുണയോടെ മഹാത്മാഗാന്ധിയാണ് നയിച്ചത്. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത്. 1922 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. കാരണം ഉത്തർപ്രദേശിലെ ചൗരി ചൗര സംഭവം. ശരിയാണോ തെറ്റാണോ? രണ്ടും ശരിയാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ഗാന്ധിജിയാണ്. ആരംഭിച്ചത് 1920. ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജി ആഹ്വാനം നൽകി. തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഹിന്ദി പ്രചരിപ്പിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് 1922 ചൗരി ചൗര സംഭവവുമായിട്ട് അനുബന്ധിച്ചാണ്. വാഞ്ചി അയ്യരെക്കുറിച്ച് തെറ്റായ പ്രസ്താവന. ആദ്യത്തേത് തെറ്റാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. തിരുനെൽവേലി കളക്ടറായിരുന്ന റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷയെ 1911 ജൂലൈ 17 വെടിവെച്ചു കൊന്നത് വാഞ്ചി അയ്യരാണ്. വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്നുണർത്തി. മാഡം ഭിക്കാജി കാമ പറഞ്ഞതാണ്. ഡെസ്കോട്ട് ആഷയെ വെടിവെച്ചു കൊന്ന തമിഴ്നാട്ടിലെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ അപ്പോൾ തന്നെ വാഞ്ചി അയ്യർ ആത്മഹത്യ ചെയ്തു. ജനകീയ പ്രക്ഷോഭങ്ങൾ നിഷ്ഠൂരമായി അടിച്ചമർത്തിയിരുന്ന തിരുനെൽവേലിയിലെ ജില്ലാ കളക്ടറായിരുന്നു റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷെ. മണിയാച്ചി റെയിൽവേ സ്റ്റേഷൻ വാഞ്ചി മണിയാച്ചി സ്റ്റേഷൻ എന്ന് നാമകരണം ചെയ്തിട്ടുണ്ട്. കാലഗണനാക്രമത്തിൽ എഴുതുക. കാലഗണനാക്രമത്തിൽ എഴുതണമെങ്കിൽ നമുക്ക് വർഷം അറിയണം. ഖേദയിലെ കർഷക സമരം 1918. അപ്പോൾ കാലഗണനാക്രമത്തിൽ എഴുതുമ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരം 1942, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934, ഖേദയിലെ സമ്മേളനം 1918, ലാഹോർ കോൺഗ്രസ് സമ്മേളനം 1929.
അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട ബാക്കി ഭാഗങ്ങളും കൂടെ പൂർത്തിയാക്കി നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കും. അപ്പോൾ നന്നായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.